വെൽക്കം എവരിവൺ. ഇത് LG 21 ഫ്ലാറ്റ് എൻ്റെ TV ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ പവർ LED വന്നിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട്, HOD സൈഡിൽ നിന്നൊരു സൗണ്ടും കേൾക്കുന്നുണ്ട്. കേൾപ്പിച്ച് തരാം. അപ്പോൾ ഈ സൗണ്ട് HOD ഷോർട്ടായിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഇത് HOD ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ HOD ഷോർട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. പവർ സപ്ലൈ ഹൈ ആയിരുന്ന യോക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ട്യൂബ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, LOT കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ഓക്കെ, ഇതിൽ ചിലപ്പം ഒരൊറ്റ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം രണ്ട് കാര്യങ്ങളായിരിക്കും ഇത് ഷോർട്ടാകാൻ കാരണം. അപ്പോൾ പവർ സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ വോൾട്ടേജാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ HOD അടിച്ചു പോയതെന്ന് പറയുമ്പോൾ, അതായത് HOD ഷോർട്ട് എന്ന് പറയുമ്പോൾ ഈ ഫ്ലൈ ബാക്ക് കപ്പാസിറ്ററാണ്. ഈ ഒരു LOTയുടെ അടുത്ത് കാണുന്ന ഈ ഒരു റെഡ് കപ്പാസിറ്റർ ഫോൾട്ട് ആയതുകൊണ്ടാണ് ഈ HOD ഷോർട്ടായി പോയത്. അപ്പോൾ ഇവിടെ രണ്ട് ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ ഉണ്ട്. ഇത് രണ്ടും ഞാൻ മാറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ മാറ്റിയാൽ മതി, ഈ കംപ്ലയിൻറ്റ് റെഡിയാകും. പക്ഷേ ഞാൻ ഇവിടെ രണ്ടും മാറ്റുന്നുണ്ട്. ഇതാണ് ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ കറക്റ്റ് വാല്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാറിപ്പോവല്, തെറ്റിയിട്ടാൽ അടിച്ചു പോകും. അപ്പോൾ ഇവിടെ വേറൊരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഞാൻ ഊരിയിട്ടുണ്ട്. ഇതിൽ രണ്ട് കപ്പാസിറ്ററാണ് വരുന്ന ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ. ആ രണ്ടും ഞാൻ ഇവിടെ മാറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒന്ന് മാറ്റിയാൽ മതി, നേരത്തെ പറഞ്ഞതുപോലെ. ഇവിടെ ഞാൻ രണ്ടും മാറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടും മാറ്റി കാരണം HOD ഇട്ട് TV ഓൺ ചെയ്തു. അപ്പോൾ കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, വേറൊരു ഫോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിക്ചർ ഷിഫ്റ്റിംഗ് എന്നോ AFC പ്രോബ്ലം എന്നോ വൺ സൈഡ് ഷാഡോ പിക്ചർ എന്നോ ഷാഡോ ഇൻ പിക്ചർ എന്നോ എന്ത് വേണോ വിളിക്കുക. ഒരു തൂണ് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ബോർഡിലോട്ട് വരുമ്പോൾ ഈ ബോർഡിൽ ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അടുത്തായിട്ട് 16 വോൾട്ട് 1000 MFൻ്റെ ഒരു കപ്പാസിറ്ററും 10 വോൾട്ട് 470 MFൻ്റെ ഒരു കപ്പാസിറ്ററുണ്ട്. അപ്പോൾ ഇത് രണ്ടും എടുത്ത് മാറ്റുക, കഴിവതും പുതിയത് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടും മാറ്റിയിട്ടുണ്ട്, പഴയതാണ് ഇട്ടത്. അപ്പോൾ 25 വോൾട്ട് 1000 MFൻ്റെ ഇട്ടു, 25 വോൾട്ട് 470 MFൻ്റെ ഇട്ടു. വോൾട്ടേജ് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മാറ്റിയത്. മാറ്റിയിട്ടത് TV ഓൺ ചെയ്തു. കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ കംപ്ലയിൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ AFC പ്രോബ്ലം ഒന്നും വൺ സൈഡ് പിക്ചർ ഷിഫ്റ്റിംഗ് പ്രോബ്ലം ഒന്നും, അതായത് തൂണ് വന്ന് നിൽക്കുക, യഥാർത്ഥത്തിൽ ഷാഡോ ഇൻ പിക്ചർ എന്നോ എന്ത് വേണോ വിളിക്കാം. ഈ ബോർഡിൽ ഇപ്പോൾ രണ്ട് കംപ്ലയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് HOD ഷോർട്ടായതും, ഒന്ന് ഈ തൂണ് വന്ന് നിൽക്കുന്ന AFC പ്രോബ്ലം. അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.